അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ആർട്ടിക്കിൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു: ഖാല റജുലുൻ ലാ തസദ്ദഖന്ന അൽ-ലൈലത ബിസദഖത്തിൻ ഫഖറജ ബിസദഖത്തിഹി. ഒരാൾ പണ്ട് അയാൾ സ്വതക്ക ചെയ്യവും ഉദ്ദേശിച്ചിട്ട് അങ്ങനെ ആ സ്വതക്കവുമായിട്ട് അയാൾ ഔത്ര പുറപ്പെട്ടു. ഫവളഅഹ ഫി യദി സാരിഖിൻ. അങ്ങനെ ഏത് ഒരാൾ വന്നിട്ടുണ്ടു അയാളുടെ കൈക്ക് ആ സ്വതക്ക അയാൾ കൊടുത്തു. ഫഅസ്ബഹു യതഹദ്ദസൂന. അങ്ങനെ ഈ സ്വതക്ക കൊടുക്കുന്നത് ബാക്കിയുള്ള ആൾമാരെല്ലാം കണ്ടാർ. അങ്ങനെ ചെന്നാർ ഈ മനുഷ്യക്ക് സ്വതക്ക കൊടുക്കൂ കിട്ടിയ ആൾ നല്ല ആൾ, അയാളാണെങ്കിൽ ഒരു കട്ടിട്ട് ജീവനെടുക്കുന്ന ആളായിട്ട് കള്ളകാരെങ്കിൽ സതക്ക കൊടുക്കടാറാ ചെന്നിട്ട് മനുഷ്യന്മാരിങ്ങനെ ചർച്ചയാക്കോ തുടങ്ങിയപ്പോൾ ഈ സ്വതക്ക കൊടുത്ത ആൾക്ക് നിരാശയായിട്ട് അയാൾ ചെന്നിട്ട് അല്ലാഹു മലക്കൽ ഹംദ് അലാ സാരിഖിൻ. പഠിച്ചവനെ സ്വതക്ക കൊടുക്കൂ നക്ക് നീന് ഭാഗ്യം തന്നെ. എല്ലാവർക്കും സ്വതക്ക കൊടുക്കൂ ഭാഗ്യം കിട്ടില്ലല്ലേ. നിൽക്കുന്നാണ് സ്തുതിക്കട, നിൽക്കുന്നാണ് അൽഹംദുലില്ലാന്ന് ചെല്ലെ. പക്ഷെ കൊടുത്തത് ഒരു കള്ളകായി പോയിട്ട് അതിൽ ബേജാറുണ്ട്. പക്ഷേ നീ അത് സ്വീകരിക്കുക ചെല്ലെ എന്നേ ആ വിശ്വാസം നക്ക് ഉണ്ടോന്ന് ചെന്ന് അയാൾ തിരിച്ചു പോയിട്ട്. ഏതായാലും ഒന്നാമത്തെ സ്വതക്ക വലിയ റാഹത്തായിട്ടില്ല. പിന്നർക്ക് സ്വതക്ക ചെയ്യുക ഉദ്ദേശിച്ചിട്ട് അങ്ങനെ പിന്നർക്ക് ഒത്തിരി പത്ത് പോയിട്ട് പുറപ്പെട്ടിട്ട് ഫവളഅഹ ഫി യദി സാനിയത്തിൻ. അങ്ങനെ സദക്കവുമായിട്ട് പോകുമ്പോൾ ഒരു പെണ്ണ് എടുത്ത് ആ പെണ്ണ് കാണാൻ പാവ പോലെ കണ്ടെത്തു. ആ പെണ്ണിങ് സദക്ക കൊടുത്തു. ഫഅസ്ബഹു യതഹദ്ദസൂന. അത് കണ്ട മനുഷ്യന്മാർ ചെന്നാർ പോയിട്ട് സദക്ക കൊടുക്കൂ കിട്ടിയ ആൾ നല്ല ആൾ. ആ പെണ്ണ് ഒരു വേശ്യ വട്ടിക്ക് ചെയ്ത പെണ്ണായിട്ട് വേശ്യയായ പെണ്ണ്, ഒരു ബെടക്ക് പെണ്ണാവളും. അവൾക്ക് എന്ത് സദക്ക കൊടുക്കണം? അവളതൊരു മിസ്യൂസ് ആക്കില്ലേ. അങ്ങനെ ചെന്നിട്ട് മനുഷ്യന്മാർ പിന്നെ പലക്ക് വാരി തുടങ്ങുമ്പോൾ ഇയാൾക്ക് ബേജാറായിട്ട് അല്ലാഹു മലക്കൽ ഹംദു അലാ സാനിയ. പഠിച്ചവനെ സ്വതക്ക ചെയ്യുമെന്നൊക്കെ നീ ഭാഗ്യം തന്നെ, അതൊക്കെ ഞാൻ നിനക്ക് സ്തുതിക്കട റബ്ബേ. പക്ഷേ കൊടുത്തത് ഒരു മോശയായ ഒരു ബെടക്ക് പെണ്ണുകായിട്ട് ചെന്നിട്ട് അയാൾ ബേജാറ് വ്യക്തവെച്ചു. ഏതായാലും രണ്ട് സ്വതക്ക ഫൈലായിട്ട് മൂന്നാമത് എപ്പെങ്കിലും ഒരു നല്ല ടൈമിൽ സ്വതക്ക ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ആ നൗത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഒരു നല്ല മനുഷ്യ കാണും അങ്ങനത്തെ ഒരു വ്യക്തിയെ കണ്ടെത്തി. അങ്ങനെ അയാൾക്ക് കൊടുക്കൊണ്ടായിട്ട് അങ്ങനെ അയാൾക്ക് സ്വതക്ക കൊടുത്തപ്പോൾ അവിടെ മനുഷ്യന്മാർ അത് കണ്ടിട്ട് ചെന്നാർ. അല്ല പോയിട്ട് ഇയാൾക്ക് സ്വതക്ക കൊടുക്കുക കിട്ടിയ ആൾ നല്ല ആൾ. അയാളെങ്കിൽ നല്ല ആഗർഭ നല്ലൊരു പൈസക്കാരായിട്ട് കിടയിൽ അയാൾക്ക് ആവശ്യമുണ്ട് പൈസ. അയാൾക്ക് എനിക്ക് കൊടുക്കണേ പ്രായത്തിൽ ഇത്ര ഭാവത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ മനുഷ്യന്മാർ പലക്ക് വരുമ്പോൾ വല്ലാത്ത ബേജാറായിട്ട്. പക്ഷേ 3 സ്വതക്കം ഫൈലായിട്ടല്ലേ. ലക്കൽ ഹംദു അല്ലാഹുമ്മ ലക്കൽ ഹംദു അലാ ഗനിയ്യിൻ. പഠിച്ചവനെ ഞാൻ കൊടുത്ത സ്വതക്ക അത് നാക്ക് നീ ഭാഗ്യം തന്നെ. പക്ഷേ കിട്ടിയത് ഒരു പൈസക്കാരായിട്ട് എനിക്ക് കൊടുത്തത്. അതുകൊണ്ട് അയാൾക്കത് ഒരു നിരാശയായിട്ട് ബേജാറായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു: ആ ആൾ കൊടുത്ത സ്വതക്ക മനുഷ്യന്മാരുടെ ഇടയിൽ ഒരു സ്വീകാര്യമായ സ്വതക്കല്ല. ഒരാൾ കള്ള, രണ്ടാമത്താൾ ഒരു വിചാരിറ്റി, മൂന്നാമത്താൾ പൈസക്കാര. പക്ഷെ അള്ളാഹു അതിനെ സ്വീകരിച്ചില്ല. അതിൽ വലിയൊരു പരിവർത്തനം ഉണ്ടായിട്ട് ഈ സ്വതക്ക കള്ള കൊടുത്തപ്പോൾ കള്ളുടെ മനസ്സിൽ പരിവർത്തനമായിട്ട് പഠിച്ചവനെ ഇത്രത്തോളം ഞാൻ ഹറാമ് തിന്നിട്ട് ജീവിച്ചവണു. ആരാരെ സ്വത്തുങ്ങ കട്ടിട്ട് ജീവിച്ചുകൊണ്ടിരുന്നത് ആയെങ്കിലും ഇൻ്റെ നീ നക്ക് ഹലാലായ ഭാഗത്തിൽ നിൻ്റെ നക്ക് സ്വത്ത് തന്നല്ലേ, പൈസ തന്നല്ലേ. നീ എന്തൊരു കാരുണ്യമാനായ റബ്ബായിട്ടിക്കടെ. ഇനി ഒരിക്കലും ഞാൻ ഹറാമ് ചിന്തിക്കല്ല, ഹറാമിൻ്റെ ഭാഗത്ത് പോവല്ലേ. ഹലാല് ഹലാല് നയിച്ച് തിന്നിട്ട് ഞാൻ ജീവിക്കടാൻ ചെന്നിട്ട് അയാൾ തീരുമാനിച്ചിട്ട് അയാളുടെ ജീവിതത്തിലൊരു പരിവർത്തനം അയാളാക്കിയിട്ട് അതുപോലെ
വ്യഭിചാരിച്ചയായ പെണ്ണും അവളുടെ സ്വതക്ക് കിട്ടിയപ്പോൾ അവളുടെ മനസ്സിലും ഒരു പരിവർത്തനം. പഠിച്ചവനെ ഇത്രത്തോളം നാണ് വേണ്ടാത്ത അശ്ലീലമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തരം സൂലയായ ഒരു ബെടക്ക് പെണ്ണായ എൻ്റെ നക്ക് സ്വതക്ക ചെയ്യുക ആളുടെ മനസ്സിൽ നീ തോന്നിപ്പിച്ചല്ല അല്ലാ, നീ എന്തൊരു കാരുണ്യമാണ്. അതുകൊണ്ട് ഇനി മുതൽ എൻ്റെ ഈ ബെടക്ക് പ്രവർത്തന ഈ ബെടക്ക് പണി ഞാൻ ഇപ്പാട്ടി വെച്ച അല്ലാ ചെന്നിട്ട് ആ പെണ്ണും അവളുടെ ആ വ്യഭിചാര പണിയുടെ അവൾ ഇപ്പാട്ടി വെച്ചാൽ. മൂന്നാമത്തെ ആൾ പൈസക്കാര. അയാൾ അത്ഭുതപ്പെട്ടിട്ട് ഷാക്കായിട്ട്, പഠിച്ചവനെ ഞാനിത്ര വലിയ പൈസക്കാര, നക്ക് സ്വതക്ക ചെയ്യുക ഒരാൾ ബന്ധല്ലേ, ആ സ്വതക്ക ചെയ്യുന്ന ആൾ നന്നാൻ്റെ പാവത്താൽ ആയെങ്കിലും അയാൾ നക്ക് സ്വതക്ക കഴിഞ്ഞിട്ടല്ലേ, ഞാൻ ഇത്ര മുതലാളിയായിട്ടും ഒരാൾക്ക് നയാ പൈസ പോലും സ്വതക്ക കൊടുത്തിട്ടില്ലല്ലേ. അപ്പോൾ സ്വതക്ക കൊടുക്കൽ വലിയൊരു കൂലിയുള്ള കാര്യമല്ലേ. ഇനി ഇൻഷാ അല്ലാഹ് എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വതക്ക ചെയ്യണം, ധാരാളം ആൾക്ക് ഞാൻ ഉപകാരം ചെയ്യണം, ദീനുകെല്ലാം ഞാൻ ഉപകാരം ചെയ്യണം. അയാളുടെ മനസ്സിൽ അയാൾ പരിവർത്തന അതൊരു നാന്തിയായി പോയിട്ട് അങ്ങനെ 3 സ്വതക്കയും മനുഷ്യന്മാരുടെ ജീവിതത്തിനെ ചേഞ്ചാക്കിയിട്ട്. അപ്പോൾ ഏതൊരു കാര്യവും നല്ല നീയത്തിൽ അങ്ങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യന്മാർ പലപ്പോഴും അങ്ങനെ എന്തെങ്കിലും അത് നെഗറ്റീവായിട്ട് ചിന്തിക്കുവാറ്. പക്ഷേ ഞങ്ങളെ പോസിറ്റീവ് മൈൻഡിൽ അങ്ങ് ചെയ്തതായ ഏതൊരു കാര്യവും അതിൽ യശസ് കിട്ടി ചെല്ലത് ഞങ്ങൾക്ക് ഈ സംഭവത്തിൽ കൂടെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പാടിത്തണ്ട്. അള്ളാഹു ഞങ്ങളെ നീയത്തെല്ലാം നല്ലാക്കിയിട്ട് മനസ്സ് ശുദ്ധിയായിട്ട് ജീവിക്കും. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീക്ക് തരട്ടെ. എല്ലാ കാര്യത്തും ഏർപ്പാടിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ചും നല്ല ഉമ്മ അബ്ബ ദീർഘായുസ്സുൽ ആഫിയത്ത് കൊടുക്കട്ടെ. അങ്ങ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ആല ഖബർ സന്തോഷത്തിലാക്കട്ടെ. ആമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.